വിശുദ്ധ എവുപ്രാസ്യ, വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ എന്ത് കഷ്ടത്, പഠിച്ചിട്ട് തലേ കയറണില്ലല്ലോ. സഭയിലെ എന്തോരം വിശുദ്ധരാ. വിശുദ്ധ എവുപ്രാസ്യ, വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ സെബസ്ത്യാനോസ്. എടാ അഡ്ലിൻ, നീ എന്താ ചെയ്യണേ? കൊറേ നേരായല്ലോ. എന്താ പറയണേ, നാളെ എൻ്റെ ഇടവകയില് യൂണിറ്റി വിസിറ്റ് ആണ്. ടീച്ചർ എൻ്റെ അടുത്ത് നമസ്കാരങ്ങളും സഭയിലെ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞേക്കാണ്. അവര് വല്ല വിശുദ്ധരെയും ചൊരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടില്ലേ? നിനക്ക് സഭയിലെ വിശുദ്ധന്മാരെ കുറിച്ച് അറിയോ? എനിക്ക് കൊറേ വിശുദ്ധരുടെ പേരറിയാലോ. വിശുദ്ധ എവുപ്രാസ്യമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ സെബസ്ത്യാനോസ്, അങ്ങനെ കൊറേ വിശുദ്ധരെ എനിക്കറിയാം. എന്നാൽ നമ്മുടെ ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ച 2 പുതിയ വിശുദ്ധരെ അറിയോ? പുതിയ വിശുദ്ധരോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അതിന് ഈ കാലത്ത് എവിടുന്നാ വിശുദ്ധര്? പഴയ കാലത്തല്ലേ വിശുദ്ധരുള്ളൂ. വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്, അവരെല്ലാം പഴയ കാലത്തല്ലേ. ഈ ആധുനിക കാലത്തും വിശുദ്ധന്മാരുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ച 2 വിശുദ്ധരെയാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയ വിശുദ്ധരോ? അവരുടെ പേരെന്താണ്? വിശുദ്ധ കാർലോ അക്വിറ്റസും വിശുദ്ധ പിയർ ജിയോർജിയോർ പ്രസാറ്റിയും. എന്തു പേരത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അവരുടെ സ്ഥലം എവിടെയാണ്? വിശുദ്ധ കാർലോ ജനിച്ചത് ലണ്ടനിലും വിശുദ്ധ പിയർ ജിയോർജിയോർ പ്രസാറ്റി ജനിച്ചത് ഇറ്റലിയിലുമാണ്. ഈ വിശുദ്ധരെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ വിശുദ്ധരെ കാണണമല്ലേ? എന്റെ കൂട്ടുകാരൻ അലോഷിയുടെ കയ്യിൽ അവന്റെ അപ്പച്ചൻ അവന് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ആ 2 വിശുദ്ധരുടെ പടമുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അവനെ വിളിച്ചു കൊണ്ടുവരാം. അലോഷി, ഇവൻ നമ്മളെ പറ്റിക്കാന്നാ തോന്നുന്നേ. വിശുദ്ധരൊന്നും ഈ കാലത്തില്ല. നമുക്ക് നോക്കാം. ഇവരാണ് ആ പുതിയ വിശുദ്ധർ. ഇത് വിശുദ്ധനാണോ? കോട്ടും സൂട്ടും ഇട്ട വിശുദ്ധനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇവരെ കാണാൻ സിനിമാ നടന്മാരെ പോലെ ഉണ്ടല്ലോ. കാണാൻ നല്ല സ്റ്റൈലും. ഇവൻ നമ്മളെ പറ്റിക്കാന്നാ തോന്നുന്നേ. ഇതെന്റെ അപ്പച്ചൻ എനിക്ക് വാങ്ങിച്ചു തന്ന ഫോട്ടോയാ. ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. എന്നാൽ പിന്നെ നമ്മുടെ കൊച്ചച്ഛൻ വരുന്നു. നമുക്ക് കൊച്ചച്ഛനോട് തന്നെ ചോദിക്കാം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ മക്കളെ, കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. നാളെ യൂണിറ്റി വിസിറ്റ് അല്ലേ? വിശുദ്ധന്മാരെ കുറിച്ചും നമസ്കാരങ്ങളും പഠിച്ച് നാളെ നേരത്തെ തന്നെ വരണം കേട്ടോ. എന്നാൽ അച്ഛൻ പോകട്ടെ. അച്ഛാ, ഇത് വിശുദ്ധരാണോ? ആണല്ലോ, ഇവർ വിശുദ്ധരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധന്മാരാണ് ഇവർ. കണ്ടോ, ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അച്ഛാ, ഇവരെങ്ങനെയാണ് വിശുദ്ധരായത്? അച്ഛാ, അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും മാത്രമല്ലേ വിശുദ്ധരാകാൻ പറ്റൂ? അല്ല, നമ്മുടെ ഇടയിലും വിശുദ്ധന്മാർ ഉണ്ടാകുന്നുണ്ട്. അച്ഛാ, കാർലോ എങ്ങനെയാണ് വിശുദ്ധനായത്? ഇന്റർനെറ്റിലൂടെയും വെബ്സൈറ്റിലൂടെയും മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ച് കൊടുത്തിട്ടാണ് കാർലോ വിശുദ്ധനായത്. അപ്പോൾ ഈ വിശുദ്ധനോ? തനിക്ക് കിട്ടിയിരുന്ന പോക്കറ്റ് മണി മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചുമാണ് ഫ്രസാത്തി വിശുദ്ധനായത്. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരാകാൻ പറ്റുമോ അച്ഛാ? തീർച്ചയായും. സഭയിൽ എത്രയോ പേരാണ് ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരായത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അൽഫോൺസമ്മ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, ഇവരെ പോലെ നമുക്കും ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരാകാം. നമുക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരാകാൻ പറ്റുമോ? തീർച്ചയായും, നിങ്ങൾക്കും വിശുദ്ധരാകാം. നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വിശുദ്ധിയോടും കൂടെ ഈശോയോടൊപ്പം ചേർന്ന് ചെയ്താൽ നമുക്കും വിശുദ്ധരാകാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധരാകാം. ഞാനൊരു വചനം പറഞ്ഞു തരാം, നിങ്ങൾ അത് ഏറ്റു പറയണം. ജ്ഞാനം 6:10. വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും.
കമ്പ്യൂട്ടറിൽ നിന്നും കർത്താവിനൾ താര പൂകിയ കാർലോ നറുയൗവന സൂനമേ. രക്താർബുദം പോലും തോറ്റുപോയല്ലോ നിന്നാത്മവിശുദ്ധിക്കു മുന്നിൽ. പ്രിയ യുവജന നിര തിരുവഴിയിൽ ചേരട്ടി നീ നിൻ പ്രാർത്ഥനയാ.